ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പേസിയിലേക്ക് സ്വാഗതം. സെറ്റ് ജനുവരിയിൽ ഇപ്പോൾ അപേക്ഷിക്കാം. എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രമുണ്ട്. 2 പേപ്പറുകളാണ്. ഓരോ പേപ്പറിനും 120 മിനിറ്റ്. ഹയർ സെക്കൻഡറിയിലും നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അധ്യാപകരാവാനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ജനുവരി 2025 വിജ്ഞാപനമായി. പരീക്ഷാ തീയതി നിശ്ചയിച്ചിട്ടില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഒക്ടോബർ 20 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. പരീക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കണം. LBS സെൻ്ററാണ് പരീക്ഷ നടത്തുന്നത്. നിങ്ങൾക്ക് PSC അപ്ഡേറ്റ്സും തൊഴിലവസരങ്ങൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, PDF ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാവും. ആവശ്യമുള്ളവർക്ക് PDF ആയിട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ. യോഗ്യത: കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിൽ 50% കുറയാത്ത 2ാം ക്ലാസ് മാർക്കും BEdുമാണ് അടിസ്ഥാന യോഗ്യത. അന്യസംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്ന് യോഗ്യത നേടിയവർക്ക് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളുടെ അംഗീകാരം ഉണ്ടായിരിക്കണം. അറബി, ഉറുദു, ഹിന്ദി വിഷയങ്ങളിൽ LTTC, DLED തുടങ്ങിയ കോഴ്സുകൾ BEdന് തുല്യമായി പരിഗണിക്കും. NCERT അംഗീകരിച്ച റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ കീഴിൽ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ 50% മാർക്കിൽ കുറയാത്ത 2ാം ക്ലാസ്സോടുകൂടി MSc BEd വിജയിച്ചവർക്കും അപേക്ഷിക്കാം. മേൽപ്പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ലൈഫ് സയൻസിൽ ബിരുദമുള്ളവർക്ക് 50% കുറയാത്ത 2ാം ക്ലാസ് ബോട്ടണിയിലോ സുവോളജിയിലോ അപേക്ഷിക്കാം. കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, റഷ്യൻ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സിറിയക് തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും സെറ്റ് പരീക്ഷ എഴുതുന്നതിന് BEd യോഗ്യത നിർബന്ധമല്ല. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ 50% മാർക്കിൽ കുറയാതെ ബിരുദാനന്തര ബിരുദവും BEdും ഉള്ളവർക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ സെറ്റ് പരീക്ഷ എഴുതാം. സ്പെഷ്യൽ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കൽ നിബന്ധന പ്രകാരം BEd ബിരുദമില്ലാത്തവർക്ക് ഹിന്ദി, അറബി, ഉറുദു ഭാഷകളിൽ അധ്യാപന ഡിപ്ലോമയുണ്ടെങ്കിൽ സെറ്റിന് അപേക്ഷിക്കാം. ബയോടെക്നോളജിയിൽ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും നാച്ചുറൽ സയൻസിൽ BEdും നേടിയവർക്ക് ബയോടെക്നോളജി സെറ്റ് എഴുതാം. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ BEd ബിരുദം കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിരുന്നതിനാൽ ആ ബിരുദം നേടിയവരെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കാത്ത കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാലയിൽ നിന്നോ യോഗ്യത നേടിയവർക്ക് സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. അംഗീകാരമുള്ള കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാല വഴിയോ യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്ന് ആ ബിരുദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇപ്പോൾ BEd കോഴ്സ് പഠിക്കുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് നിശ്ചിത മാർക്കോടുകൂടി വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദം കോഴ്സിൻ്റെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BEd പരീക്ഷ വിജയിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിന് അപേക്ഷിക്കാം. സെറ്റിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ച് 1 വർഷത്തിനുള്ളിൽ ഇവർ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ BEd സർട്ടിഫിക്കറ്റുകൾ നിശ്ചിത മാർക്കോടുകൂടി വിജയിച്ചത് ഹാജരാക്കണം. അങ്ങനെ ചെയ്യാത്തവരെ സെറ്റ് വിജയിച്ചതായി കണക്കാക്കില്ല. SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് PH വിഭാഗക്കാർക്കും സെറ്റ് എഴുതാൻ വേണ്ട കുറഞ്ഞ മാർക്ക് 5% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. സെറ്റ് പരീക്ഷയ്ക്ക് പ്രായപരിധി ഇല്ല. അപേക്ഷ ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്തിയാണ് അപേക്ഷിക്കേണ്ടത്. ജനറൽ OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ പരീക്ഷാ ഫീസിനത്തിൽ 1000 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർ 500 രൂപയും ഓൺലൈനായി അടയ്ക്കണം. OBC നോൺ ക്രീമിലെയർ വിഭാഗക്കാർ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് 2023 സെപ്റ്റംബർ 26 2024 ഒക്ടോബർ 25 ഇടയിൽ ലഭിച്ചതായിരിക്കണം ഹാജരാക്കണം. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് അയക്കേണ്ടതില്ല. എന്നാൽ PWD വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം ഒക്ടോബർ 30 മുമ്പ് തിരുവനന്തപുരം LBS സെൻ്ററിൽ ലഭിക്കത്തക്കവണ്ണം അയക്കണം. സെറ്റിന് അപേക്ഷിക്കുന്നവർ നിർബന്ധമായും LBS സെൻ്ററിൽ നിന്ന് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം.
അതിനുള്ള നിർദ്ദേശങ്ങളും പ്രോസ്പെക്ടസിൽ വിശദമായി നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും www.lbscenterkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷന് ഒക്ടോബർ 20 വരെയാണ് സമയം. പരീക്ഷ സെറ്റ് ജനുവരി 2025 പരീക്ഷയിൽ 2 പേപ്പറുകളുണ്ടായിരിക്കും. പേപ്പർ 1 എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഈ പേപ്പറിന് 2 ഭാഗങ്ങളുണ്ട്. A പൊതുവിജ്ഞാനം, B അധ്യാപന അഭിരുചി. പേപ്പർ 2 ബിരുദാനന്തര ബിരുദതലത്തിൽ പഠിച്ചിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും ഓരോ പേപ്പറിനും 120 മിനിറ്റ് 0.2 അക്കം വരെ റൗണ്ട് ചെയ്താണ് ഈ ആകെ ശതമാനം മാർക്ക് കണക്കാക്കുക. പേപ്പറുകൾക്ക് പ്രത്യേകമായി വിജയശതമാനം കണക്കാക്കുമ്പോൾ ദശാംശത്തിന് ശേഷമുള്ള അക്കങ്ങൾ റൗണ്ട് ചെയ്യില്ല. സെറ്റ് പരീക്ഷയുടെ സിലബസ് കേരളത്തിലെ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് അംഗീകരിച്ചിട്ടുള്ള അതത് വിഷയങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. ഓരോ വിഷയത്തിനുമുള്ള അംഗീകരിച്ച സെറ്റ് സിലബസ് LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേര് തന്നെ ആയിരിക്കണം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിലും അപേക്ഷിക്കുന്നതിലും നൽകേണ്ടത്. ഈ പേരായിരിക്കും സെറ്റ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നത്. പരീക്ഷ എഴുതുന്ന ജില്ലയും വിഷയവും തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം. പരീക്ഷാർത്ഥി ആവശ്യപ്പെട്ടിരിക്കുന്ന ജില്ലയിൽ മാത്രമേ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. അർഹതയുള്ള എല്ലാ പരീക്ഷാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ഓൺലൈനായി LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.